ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കൂന്തൽ അഥവാ കണവ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതറിയാത്തവരൊക്കെ ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാംസ് കൂന്തലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ചെറിയ സ്ലൈസായിട്ട് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ കാണുമ്പോഴേക്കും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 300 ഗ്രാംസ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട്. ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നല്ല ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് താളി വരണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് താളിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം. സവാള ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് താളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വാട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കൂടത്തിൽ തന്നെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എരിവൊന്നും തോന്നില്ല കഴിക്കുന്ന ടൈമിൽ. ഇനി ഇതൊന്ന് കുറച്ച് നന്നായിട്ട് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 അല്ലി കരിവേപ്പിൻ്റെ ഇലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം. ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയൊന്നും പിടിക്കില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ താളി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് താളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ അത്യാവശ്യം ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലയും ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിനി ബാക്കിയുള്ളത് നന്നായിട്ട് താളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് അത്യാവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ കുറച്ച് അളവ് കുറയ്ക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എരിവൊക്കെ ഒന്ന് നോക്കാം. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് താളിയിട്ട് വേണം നമുക്കിതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൂന്തൽ വേവിക്കുന്ന ടൈമിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് വേണം വേവിക്കാനായിട്ട്. മൂടി വെച്ചിട്ട് വേവിക്കണം. കൂന്തലിൻ്റെ വേവ് ശരിയായിട്ടില്ലെങ്കിൽ അത് കഴിക്കുന്ന ടൈമിൽ റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് താളി വന്ന് ഞാനിതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂന്തൽ ഈ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കൂന്തലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ടൈമിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കൂന്തലൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കൂന്തലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ ഉപ്പിടുക. അപ്പോൾ ഞാനിവിടെ കൂന്തലായിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്.
നമ്മൾ കൂന്തൽ വേവിക്കുന്ന ടൈമിൽ എപ്പോഴും അതിൻ്റെ വേവ് ശരിയായിട്ടില്ലെങ്കിൽ കൂന്തൽ കഴിക്കുന്ന ടൈമിൽ റബ്ബർ പോലെ ഉണ്ടാവും. ഇപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് നേരിട്ട് വേവിക്കൊക്കെ ആണെങ്കിൽ കൂന്തലിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. കൂന്തൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ ഈ കൂന്തളും ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തേക്കൊക്കെ മസാലയൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാളയിലും കൂന്തലിലും ഒന്നിലും ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ സവാള വാട്ടുന്ന ടൈമിൽ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാ സൈഡിലേക്കും ഉപ്പ് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വരണം. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിതിലൊക്കെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ മൂടി വെക്കുന്ന ടൈമിൽ ഈ ആവി വന്നിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഈ കൂന്തലിൻ്റെ തലയൊക്കെ ഇതേപോലെ കുക്ക് ചെയ്യുന്ന ടൈമിൽ എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ തലയൊക്കെ കുറവാണ് എങ്കിലും നമ്മൾ മൂടി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, കൂന്തൽ വേവിക്കുന്ന ടൈമിൽ, പ്രത്യേകിച്ച് തലയൊക്കെ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 20 മിനിറ്റിനിടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടി പിടിച്ച് പോകും. വെള്ളമൊക്കെ ഒന്ന് നോക്കാം. ഇതിപ്പം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതാണ്. കണ്ടില്ല, ഇതിൽ നിന്ന് ഒരുപാട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റാനും ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൂന്തൽ കുറച്ച് കുക്കായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇതേപോലെ മൂടി വെക്കാം. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റായി. ഇനി ഞാൻ തുറന്ന് നോക്കാണ്. കൂന്തൽ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, വെള്ളമൊക്കെ വറ്റിയിട്ട് കൂന്തളം അതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും തക്കാളിയുടെ ആ പുളിയൊക്കെ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് തന്നെ കേട്ടോ. അപ്പം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കൂന്തൽ റോസ്റ്റ് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക്